ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. സൺഡേ ആയിട്ട് എല്ലാവരും എന്താ പരിപാടി? പുറത്തൊക്കെ പോയോ? ചോറും കറിയൊക്കെ ആയോ? എൻ്റെ ചോറ് കുക്കറിലടിച്ചു. ഇനി കറി ഉണ്ടാക്കണം. നല്ല മാങ്ങാപ്പഴം ഇന്ന് പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താ. നല്ല മണം. പിന്നെ മാങ്ങാക്കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങിയല്ലേ? മഴ ഇവിടെ മൂടിക്കെട്ടിയിരിക്കുക. മഴയൊന്നും ബാംഗ്ലൂർ ഇപ്പം ഇല്ല, ഈ വർഷം കുറവാണ്. ഇത്രയും ദിവസം മഴയൊന്നും അധികം പെയ്തിട്ടൊന്നുമില്ല. നാട്ടിലെന്നും മഴയാന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കും ഇവിടെ ഇനിയിപ്പോൾ എന്നാ വരുന്നേ മഴ എന്ന്. ഇനിയിപ്പം പണിയിലേക്ക് പോയാലോ? ബാ, നമുക്ക് ഒരുമിച്ച് പണി ചെയ്യാം. രാവിലെ ടെറസിൻ്റെ മുകളിൽ പോയപ്പം പറിച്ചെടുത്താണേ. ഞാൻ നട്ട് വളർത്തിയത് തന്നെയാണ്. പക്ഷെ ഉണ്ടല്ലോ, ഇതിനിപ്പം കുരുടിച്ചെന്നാണോ മുരടിച്ചെന്നാണോ ഇങ്ങനെ ഇലയെല്ലാം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന പോലെ ആയിപ്പോവും. എന്തോ കേടുണ്ട്. ഒരു വെള്ളപ്പൊടി പോലത്തെ ഒരു ഈച്ച വന്നിട്ട് ഈ കറിവേപ്പ് പോവും. അതിന് എന്നാ പോലും മാറാനായിട്ട് പറ്റുന്ന അറിയത്തില്ല. ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ തെളിച്ച് നോക്കി, എന്നിട്ട് പോകുന്നില്ല. ചോറായി. ചിക്കൻ കറിയുണ്ട്. ചിക്കൻ കറി രാവിലെ വച്ചതാണേ. പിന്നെ ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാങ്ങാച്ചാറും തോരനുമേ ഉള്ളൂ കേട്ടോ. കുറച്ച് ചോറേ ഞാൻ കഴിക്കാറുള്ളൂ കേട്ടോ. ഒത്തിരി കണ്ടു കഴിഞ്ഞാൽ പറയും ഞാൻ ഒരുപാട് കഴിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അത്ര ഒന്നും കഴിക്കാറില്ല. ഞാൻ കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ. ഇത് ഇന്നലെ വെച്ച തോരനാണേ, അത് തീർന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് എടുത്തത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ ചിക്കൻ പൊരിച്ചതും മാങ്ങാച്ചാറും ഇത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഇത്ര മതി. എനിക്ക് ഒത്തിരി കറി വേണമെന്നോ ചാറ് വേണമെന്നോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇത്ര മതി. എനിക്ക് പൊതുവേ തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഒരു അച്ചാറും കൂടെ ഉണ്ട്, പിന്നെ പറയുകയും വേണ്ട. പിന്നെ അവർ പള്ളിയിൽ പോയി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചോറ് കഴിക്കാനിരുന്നു. അന്നേരം അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരു മാങ്ങാപ്പഴം ഞാൻ രാവിലെ കാണിച്ചില്ലേ, ആ മാങ്ങാപ്പഴം മുറിച്ച് കഴിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ.